നരേന്ദ്രമോദി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെടാനുള്ള അവകാശം ഇവിടത്തെ മുസ്ലിങ്ങൾക്കില്ലെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ എം അബ്ദുൽ സലാം. ജനം ടിവിയുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്ത് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴുള്ള ദുരനുഭവങ്ങൾ കൂടി ഡോക്ടർ അബ്ദുൽ സലാം മറുപടിയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആക്ഷേപം 72 അംഗ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധി പോലും ഇല്ല എന്നുള്ളതാണ് അല്ലേ? മലപ്പുറത്ത് നിന്ന് ഡോക്ടർ എം അബ്ദുൽ സലാമിനെ ജയിപ്പിച്ച പോരായിരുന്നോ? മലപ്പുറത്തിന് ഒരു മന്ത്രിയെ കിട്ടില്ലായിരുന്നു അല്ലേ? അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു മുസ്ലിം മന്ത്രി വേണം എന്ന് ആവശ്യപ്പെടാനുള്ള അവകാശമില്ല. അവർ ദേവേർ പ്ലേയിങ് ഹേറ്റ് പൊളിറ്റിക്സ്, ഹോസ്റ്റിലിറ്റി പൊളിറ്റിക്സ്, അൺടച്ചബിലിറ്റി പൊളിറ്റിക്സ്. തൊടാൻ പാടില്ല എന്ന് പറയുന്ന ഇത്രയും ഹേറ്റ് കാണിച്ച ഒരു റിലിജ്യൻ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇസ്ലാം റിലിജിയൻ അല്ലാതെ വേറെ ഏതുണ്ട്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് എനിക്കൊരു ഉത്തരം പറയാനുള്ളത്, മോഡിജിയുടെ മന്ത്രിസഭയിൽ മുസ്ലിം വേണ്ട, മുസ്ലിം ഇല്ലാതെ മോഡിജി തന്നെ മുസ്ലിങ്ങളെ ടേക്ക് കെയർ ഓഫ്, സൂക്ഷിച്ചോളും കാത്തോളും. അതാണ് മോഡിജി. മോഡിജിയെ മനസ്സിലാക്കിയ ഞാൻ പറയുന്നു, മോഡി മിനിസ്ട്രി വിതൗട്ട് എ മുസ്ലിം മിനിസ്റ്റർ വിൽ ബി മച്ച് കേപ്പബിൾ, മച്ച് പവർഫുൾ, മച്ച് എന്താ പറയണത് എഫിഷ്യൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് മുസ്ലിംസ് ദാൻ എനിബഡി എൽസ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു മന്ത്രിസഭയാണ് പോണെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടും. എന്തിനാ 1-2 റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് എന്താ കാര്യം? വെച്ചാലും വെച്ചില്ലെങ്കിലും മോഡി ഗവൺമെൻറ് വിൽ ടേക്ക് കെയർ ഓഫ് all 145 crore including 20 crore Muslim in a much better way.